ഇറാൻ അമേരിക്ക യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ശക്തമായ പോരാട്ടമാണ് സൗദിയുടെ ബോർഡറിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുണ്ടായ പുതിയ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ, ഇതേവരെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോഴോ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളായ സൗദി, UAE, ബഹ്റിൻ, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ ഒക്കെ തന്നെ, ഒമാനെയും ഒക്കെ തന്നെ ആക്രമിക്കുമ്പോഴോ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇറാന് എതിരെയായിട്ടൊരു മിസൈൽ പോലും വിടാൻ തയ്യാറായിട്ടില്ല, ആക്രമിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ പോലും തുടർച്ചയായുണ്ടായ ഈ 2-3 മാസമായ യുദ്ധത്തിൽ പലപ്പോഴായിട്ട് ഇറാൻ ഈ രാജ്യങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UAE തരിപ്പണമാക്കുന്ന തരത്തിലാണ് അവർ ആക്രമിച്ചു കൊണ്ടിരുന്നത്. ഒരു പരിധിവരെ UAE ടൂറിസമൊക്കെ വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ അടുത്ത രാജ്യമായ ഇറാഖ് ഇപ്പോൾ ഇറാന് വേണ്ടിയിട്ട്, അതായത് ഇറാഖിലെ ചില സായുധ സംഘങ്ങൾ ഇറാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ അമേരിക്ക കൺട്രോൾഡ് രാജ്യമാണ് ഇറാഖ്. ആ ഇറാഖിലെ ചില സായുധ സേനകൾ ഇറാന് വേണ്ടിയിട്ട് പൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇറാഖിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 72 മണിക്കൂർ തുടർച്ചയായി ഇറാഖിൽ നിന്നാണ് ആക്രമണം വന്നിരിക്കുന്നത്. അത് ചെങ്കടലിൽ ഒരു 30ഓളം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് സൗദി അറേബ്യയിൽ വിവിധ ഭാഗങ്ങളിലായിട്ട്, കാരണം ചെങ്കടലിൽ സൗദിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്, റിയാദിലെ പെട്രോളിയം ഏരിയയിലും തുടങ്ങി പല സ്ഥലങ്ങളിലും സൗദിക്ക് കനത്ത ഷെല്ലാക്രമണങ്ങളും മറ്റും അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൗദി സേന അമേരിക്കൻ സേനയുമായി ചേർന്നിട്ട് ഇപ്പോൾ ഇറാനെയും ഇറാഖിനെയുമൊക്കെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് നിസ്സാര കാര്യമല്ല. ഈ യുദ്ധം ഇനി എങ്ങോട്ട് എന്നത് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്നേ വരെ ഒരു ഗൾഫ് രാജ്യവും ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഇതാ പരസ്യമായിട്ട് സൗദി അറേബ്യ അമേരിക്കയുമായി ചേർന്നിട്ട് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു. സത്യത്തിൽ ഇറാഖാണ് ഈ പ്രലോഭനം ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇത് വന്നപ്പോൾ തന്നെ സൗദിയുടെ നയതന്ത്ര വിദഗ്ധർ ഇറാഖിലെ നയതന്ത്ര വിദഗ്ധരുമായി ചർച്ച ചെയ്തു. എന്നിട്ടും അതിന് ഒരു പരിഹാരം കാണാത്ത അവസ്ഥ വന്നപ്പോഴായിരിക്കാം സൗദി അമേരിക്കയുമായി ചേർന്ന് ഇറാനെയും ഇറാഖിനെയൊക്കെ ആക്രമിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. സൗദിയുടെ തീരുമാനം മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ബഹ്റിനിൽ ശക്തമായ ആക്രമണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ UAE വളരെയധികം നാശനഷ്ടങ്ങൾ ഈ അക്രമകാരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുവൈത്തിലും അതുപോലെ തന്നെ. അപ്പോൾ സൗദി ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് ഇറങ്ങിക്കഴിഞ്ഞത് ഈ രാജ്യങ്ങൾ എങ്ങനെയാണ് അതിനെ വിലക്കെടുക്കുന്നത് എന്ന് വരും ദിനങ്ങളിൽ ലോക സമൂഹം വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഒരു പക്ഷേ തുടർച്ചയായി 2-3 മാസമായി ആക്രമണം കിട്ടിയിരുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന സൗദി അറേബ്യ, UAE, ബഹ്റിൻ, കുവൈത്ത്, ഖത്തർ, ഒമാൻ. ഇവരെല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ സൗദി ആൾറെഡി വിത്തൗട്ട് എനി ഡിസ്കഷൻ അവർ അമേരിക്കയായിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞു.
കാരണം ഒരു പരിധിയുണ്ട്, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ആ ക്ഷമയെ പരീക്ഷിച്ചപ്പോൾ സൗദി ഇനി നോക്കിയിരിക്കാൻ പറ്റില്ല എന്നാണ് അവരുടെ തീരുമാനം. അപ്പോൾ സൗദി ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്നപ്പോൾ ഇവിടെ UAE-യിലെയും ബഹ്റിനിലെയും കുവൈത്തിലെയും മറ്റ് ഒമാനിലെയും തീരുമാനം എന്തായിരിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഇറാൻ്റെ പക്ഷം പിടിച്ച ഒരു വിഭാഗം, ഞാൻ ജിഹാദി എന്നൊന്നും പറയുന്നില്ല, ഈ യുദ്ധം തുടങ്ങുന്ന അന്ന് മുതൽ ഇറാന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന ഒരു പറ്റം ആൾക്കാർ ഈ ഗൾഫ് രാജ്യം, പ്രത്യേകിച്ച് ഇന്ത്യൻസിലെ മലയാളീസ്, അതേ മലയാളീസ് കേരളത്തിലുമുണ്ട്. ഇപ്പോൾ അവർ മുണ്ടില്ല കേട്ടോ. ഇനി എന്താണ് അവർ പറയുക? സൗദി അറേബ്യ അമേരിക്കയോടൊപ്പം ചേർന്ന് കഴിഞ്ഞു യുദ്ധത്തിന്. ഇനി ആരാ ചേരാൻ പോകുന്നത് എന്ന് ഈ വരും ദിവസങ്ങളിൽ തീരുമാനമാകും. അപ്പോൾ ഇത്ര കാലവും ഈ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ ഇറാന് വേണ്ടി വാദിച്ചിരുന്ന ഈ ജിഹാദികൾ ഇനി എന്തു പറയും? ഇതാണ് എൻ്റെ ചോദ്യം. അവർ മാളത്തിൽ ഒളിച്ചിരിക്കുമോ? സംസാരിക്കാതിരിക്കുമോ? യാതൊരു അഭിപ്രായം പറയാതിരിക്കുമോ? ഇപ്പം തന്നെ പേടിയാണ്. കാരണം ഗൾഫ് രാജ്യത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേനൊക്കെ പിടിച്ച് അതാത് രാജ്യത്തേക്ക് കൈമാറുന്നുണ്ട്. അത് കാരണം വലിയ തോതിലൊന്നും സോഷ്യൽ മീഡിയയിൽ ഇനി പറയില്ല. കേരളത്തിലിരുന്നിട്ടാണ് കുറേ ഗുണ്ട് പിന്നെ വിടുന്ന ആൾക്കാരുള്ളത്. അതും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് ഇവിടെ യുദ്ധം നടക്കും, അവകാശങ്ങൾ പിടിച്ചു വാങ്ങും. ഇവിടെ ഒരു രാജ്യത്ത് നടക്കുന്ന മരണം മാത്രം ഭയങ്കര സങ്കടം. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽ. മറ്റുള്ള സ്ഥലം, അതായത് റഷ്യയും ഉക്രൈൻ നടക്കുമ്പോൾ എത്രയോ മനുഷ്യർ അവിടെ മരിക്കുന്നു. അതൊന്നും മരണമേ അല്ല. അപ്പോൾ ഈ 2-3 തരം തട്ടിപ്പ് പുറത്തു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ. കാരണം സൗദിക്ക് UAE-ക്കൊക്കെ അത് മുന്നേ അറിയാം. അവർ പണ്ടേ പലതരം ഇടപാട് ഇസ്രായേലുമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരുടെ കുഴപ്പമാണ് ഇവിടെ ഉള്ളതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഗൾഫ് യുദ്ധം, അതായത് ഇറാൻ അമേരിക്ക യുദ്ധം നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് അത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി സൗദിയോടൊപ്പം ചേരുന്ന മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തു തന്നെയായാലും ഇത് നാശത്തിൻ്റെ വക്കിലേക്കുള്ള പോക്കാണ്. സാമ്പത്തികമായിട്ട് വലിയ തോതിൽ തകരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അത് മനസ്സിലാക്കാൻ യുദ്ധം ചെയ്യുന്നവരും യുദ്ധം ചെയ്യിപ്പിക്കുന്നവരും അത് അനുഭവിക്കുന്നവരും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നന്ന്.